എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറുപയർ ഓമയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ചെറുപയർ നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകി വേവിക്കാൻ വേണ്ടി അത് ഒരു ചട്ടിയിലേക്ക് ഇടാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഓമയ്ക്കയാണ്. ഓമയ്ക്കയുടെ തൊലിയെല്ലാം ചെത്തി നല്ല വൃത്തിയായി കഴുകി അതിലെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് ചെത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിയണം. ഓമയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. പലരും വിചാരിക്കുന്നത് ഓമയ്ക്ക വെറും ഒരു സാധാരണ കായ എന്നാണ്. എന്നാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവയാൽ സമ്പന്നമായ ഇത് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും ചർമ്മത്തിൽ തിളക്കം നൽകാനും ഒത്തിരി സഹായിക്കും. പിന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു പച്ചക്കറി കൂടിയാണിത്. ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലെ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നന്നായിട്ട് അരച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അതിനായിട്ട് ജീരകം വേണം, വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിടാം. കടുകെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക കൂടി ഇതിലേക്ക് ഇടാം. തേങ്ങയും ഓമയ്ക്കയും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
നന്നായി വെന്തതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ചെറുപയർ ഓമയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.